സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാംഗോ ഫെസ്റ്റിന് പടന്നക്കാട് കാർഷിക കോളേജിൽ തുടക്കമായി. അവക്ഷിപ്ത കീടനാശിനി പരിശോധന ലബോറട്ടറി ശിലാസ്ഥാപനം മന്ത്രി കെ.പി. മോഹനൻ നിർവഹിച്ചു. ലോക റെഡ് ക്രോസ് ദിനം ജില്ലയിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഗൈനക്കോളജി പരിശീലനം നിഷേധിക്കുന്നതിൽ പ്രതിഷേധം. ആയുർവേദ ഐക്യവേദി കളക്ടറേറ്റ് മാർച്ച് നടത്തി. വ്യാപാര മേഖലയിൽ വിദേശ നിക്ഷേപത്തിനെതിരെ പ്രതിഷേധം ശക്തം. വ്യാപാരി വ്യവസായ സമിതി സമരം തുടങ്ങുന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ഏകീകരിച്ച യോഗമുറകൾ അവതരിപ്പിക്കാൻ NCC കേഡറ്റുകൾ പരിശീലനം തുടങ്ങി. തൃക്കരിപ്പൂർ ഫോക്ലോറിന്റെ നേതൃത്വത്തിൽ തൈത്തരിയം ദേശീയ കരകൗശല മേളയ്ക്ക് 10-ന് കാഞ്ഞങ്ങാട്ട് തുടക്കമാകും. വാർത്തകൾ വിശദമായി. മുഖ്യധാര പാർട്ടികൾ മുൻകൈയെടുത്താൽ ജൈവകൃഷിയിൽ കേരളം മുന്നേറുമെന്ന് മന്ത്രി കെ.പി. മോഹനൻ. പടന്നക്കാട് മാംഗോ ഫെസ്റ്റിന്റെ ഭാഗമായുള്ള അവക്ഷിപ്ത കീടനാശിനി പരിശോധന ലബോറട്ടറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ മുഴുവൻ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും മുൻകൈയെടുത്ത് പ്രവർത്തിച്ചാൽ ജൈവ കൃഷി രംഗത്ത് കേരളത്തിന് വൻ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് മന്ത്രി കെ.പി. മോഹനൻ പറഞ്ഞു. പടന്നക്കാട് മാംഗോ ഫെസ്റ്റിന്റെ ഭാഗമായി അവക്ഷിപ്ത കീടനാശിനി പരിശോധനാ ലബോറട്ടറിയുടെ ശിലാസ്ഥാപനം മന്ത്രി നിർവഹിച്ചു. നമുക്ക് ടെക്നോളജിയും ഒക്കെ തന്നെ മാറിയ കാലഘട്ടത്തിൽ നമുക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ നാം ചെയ്യേണ്ടത് നമുക്ക് ഹാനികരമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ തന്നെ ഹാനികരമായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധമുണ്ടാവുകയും അതിനെതിരെ പ്രചരണവും പ്രവർത്തനവും നടത്താൻ. പ്രചരണവും പ്രവർത്തനവും എന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണമാണ്. ഇന്ന് നമുക്കറിയാം ഇതൊരു വലിയൊരു നമ്മുടെ ഭാവിക്ക് തന്നെ ദുരന്തമാകുന്ന രൂപത്തിലേക്ക് എത്തുന്നു എന്ന് കാണുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അടക്കം ഏറ്റെടുത്തിരിക്കുക. ചടങ്ങിൽ കെ. കുഞ്ഞിരാമൻ MLA മാഗസിൻ പ്രകാശനം ചെയ്തു. ഇ. ചന്ദ്രശേഖരൻ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി. ശ്യാമളദേവി, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ കെ. ദിവ്യ, വി. ഗൗരി, എ. കൃഷ്ണൻ, ടി. വി. ഗോവിന്ദൻ, വി. ശോഭ, കെ. പ്രീത, ഡോക്ടർ പി. ബാലചന്ദ്രൻ, ഡോക്ടർ VR രാമചന്ദ്ര, അഡ്വക്കേറ്റ് C. K. ശ്രീധരൻ, MC കമറുദ്ദീൻ, മടിക്കെ കമ്മാരൻ തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് ചാൻസലർ ഡോക്ടർ പി. രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. മാമ്പഴത്തിന്റെ മധുരം പകർന്ന് പടന്നക്കാട് കാർഷിക കോളേജിൽ മാംഗോ ഫെസ്റ്റിന് തുടക്കമായി. മാമ്പഴങ്ങളുടെ വൈവിധ്യങ്ങളും രുചിഭേദങ്ങളും അനുഭവവേദ്യമാക്കുകയാണ് ഇവിടെ സംഘാടകർ. പോഷക സമൃദ്ധമായ പഴവർഗ്ഗങ്ങളുടെ ജൈവകൃഷി രീതി പ്രചരിപ്പിക്കുക, കാസർഗോഡിന്റെ കാർഷിക പെരുമയിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുക തുടങ്ങിയ ഒട്ടേറെ ലക്ഷ്യവുമായാണ് പടന്നക്കാട് കാർഷിക കോളേജിൽ മാംഗോ ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഭൂരിഭാഗം മാവിനങ്ങളുടെ മാമ്പഴങ്ങളും പ്രദർശനത്തിന് ഒരുക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ വിലപിടിപ്പുള്ള അപൂർവ ഇനത്തിൽപ്പെടുന്ന ലാംഗ്ര, അൽഫോൻസ, കാലാപദ്രി തുടങ്ങിയ ഇനങ്ങളും മേളയുടെ മുഖ്യ ആകർഷങ്ങളാണ്. ഇവിടുത്തെ ശേഖരത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഫിറങ്കി ലഡുവ എന്നുള്ളൊരു വെറൈറ്റി മാവാണ്. ശരിക്കും മാമ്പഴം കഴിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ വൈവിധ്യത്തിൽ ഫിറങ്കി ലഡുവ എന്ന് പറഞ്ഞ തീരെ നാരില്ലാത്ത അകത്ത് നല്ല വെള്ളക്കാമ്പുള്ള ആ മാമ്പഴത്തെ, അതേപോലെ തന്നെ നീലവും കാലപ്പാടിയും ബംഗനപ്പള്ളിയും ഒക്കെയുള്ള മാമ്പഴങ്ങൾ, ഇതൊക്കെ നമുക്ക് മാത്രം അറിയുന്ന ഒരു ശേഖരണമായിട്ട് മാത്രമാണ് നമുക്കുണ്ടായിരുന്നത്. ഇത് കേരളത്തെ മുഴുവൻ അറിയിക്കുകയും അതിനനുസരിച്ചുള്ള ഒരു വർഷം, എല്ലാ വർഷവും നമുക്ക് നടത്താവുന്ന ഒരു ഫെസ്റ്റ്, മാമ്പഴത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാമ്പഴ വൈവിധ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ സാധ്യതകൾ നമ്മൾ പഠനവും ചർച്ചയും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുക. ഇതൊക്കെയാണ് ഒരു മാംഗോ ഫെസ്റ്റ് കൊണ്ട് ഈ സ്ഥാപനം പ്രതീക്ഷിക്കുന്നത്. 11 വർഷമായി മാംഗോ ഫെസ്റ്റ് നടത്തി വരികയാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാങ്ങയുടെ ശേഖരണം, അതുപോലെ തന്നെ നാട്ടുമാവിനങ്ങളുടെ ശേഖരണം, പിന്നീട് കാർഷിക കോളേജിലും അതുപോലെ സർക്കാർ ഫാമുകളിലും ഒക്കെയുള്ള വിവിധ ഇനം മാങ്ങകൾ എന്നിവയൊക്കെ ഞങ്ങൾ പ്രദർശനത്തിന് വെക്കുന്നുണ്ട്. പഴങ്ങളിൽ നിന്നും സംസ്കരിച്ചുണ്ടാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിവിധ ഇനം അച്ചാറുകളും കൊണ്ടാട്ടങ്ങളും മേളയുടെ മുഖ്യ ഘടകങ്ങളാണ്. കാർഷിക സർവകലാശാലയാണ് ഈ മേളയ്ക്ക് നേതൃത്വം നൽകുന്നത്. ലോക റെഡ് ക്രോസ് ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു.
റെഡ് ക്രോസ് കോൺഫറൻസ് ഹാളിലാണ് പരിപാടി നടന്നത്. റെഡ് ക്രോസ് സ്ഥാപകൻ സർജിൻ ഹെൻറി ഡ്യൂനന്റിന്റെ ജന്മദിന സ്മരണ പുതുക്കുന്നതിനായി അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. 2014-15 വർഷത്തെ മികച്ച റെഡ് ക്രോസ് നഴ്സിനുള്ള ഡോക്ടർ BA ഷേണായി പുരസ്കാരം ചടങ്ങിൽ സമ്മാനിച്ചു. സബ് കളക്ടർ ഡോക്ടർ PK ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. ഒരു സ്വിസ് ബിസിനസ്മാന്റെ ഒരു വ്യാപാരിയുടെ മനസ്സിൽ വന്ന സഹാനുഭൂതിയുടെയും സഹജീവി സ്നേഹത്തിൻ്റെയും ഒരു പ്രതിഫലനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനന്തരഫലമാണ് നാം ഇന്ന് സമൂഹം വിവിധ സേവനങ്ങളിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന റെഡ് ക്രോസ് സൊസൈറ്റി. ഇന്റർനാഷണൽ റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസന്റ് സൊസൈറ്റി എന്നുള്ള രീതിയിൽ ലോകമെങ്ങും വ്യാപിച്ചു പ്രവർത്തിക്കുന്ന ഈ സന്നദ്ധ സംഘടന സാധാരണ NGO-കളിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണ്. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AP ദിനേശ് കുമാർ മുഖ്യാതിഥിയായി. E ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷനായി. BR ഷേണായി, EV പത്മനാഭൻ മാസ്റ്റർ, M വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. HK മോഹൻദാസ് സ്വാഗതം പറഞ്ഞു. ആയുർവേദ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ഗൈനക്കോളജി പരിശീലനം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത്. ആയുർവേദ വിദ്യാർത്ഥികൾക്ക് ഗൈനക്കോളജി പരിശീലനത്തിനുള്ള സൗകര്യം നിഷേധിക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് ആയുർവേദ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. 11-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്ന മാർച്ചിന്റെ മുന്നോടിയായാണ് ജില്ലാ കേന്ദ്രങ്ങളിൽ സമരം നടന്നത്. 30 വർഷമായി തുടരുന്ന ഗൈനക്കോളജി പരിശീലനം അലോപ്പതി മേഖലയിലെ ചില സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സർക്കാർ നിഷേധിക്കുന്നതെന്ന് സമരക്കാർ പറഞ്ഞു. ഇന്ത്യയിലൊട്ടാകെ നടക്കുന്ന പരിശീലനത്തെ കേരളത്തിൽ മാത്രം എതിർക്കുന്നതിന് പിന്നിൽ ആയുർവേദ ചികിത്സാ രീതിയെ തകർക്കുകയെന്ന ലക്ഷ്യമുണ്ടെന്നും സമരക്കാർ പറഞ്ഞു. വിദ്യാനഗർ ഗവൺമെന്റ് കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ SFI ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ ചികിത്സാ സംവിധാനത്തെ എല്ലാം തന്നെ അപമാനിക്കുന്ന നിലയിലേക്കുള്ള നിലപാടുകൾ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആയുർവേദ മേഖലയിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഗൈനക്കോളജി പരിശീലനം നിഷേധിക്കുന്ന നിലപാട് കേരളത്തിലെ ഗവൺമെന്റും ഉത്തരവാദപ്പെട്ട ആളുകളെല്ലാം തന്നെ എടുക്കുകയാണ്. ലോകത്തിന് മുന്നിൽ തന്നെ നാം മാതൃകയായി ഉയർത്തിപ്പിടിക്കുന്നത് കേരളത്തിന്റെ പാരമ്പര്യ തനത് രീതിയിലുള്ള ചികിത്സാ രീതിയാണ്. എന്നാൽ ആ സംവിധാനത്തെയാകെ പൂർണ്ണമായി അവഗണിക്കാനും തള്ളിക്കളയാനും നേതൃത്വം കൊടുക്കുന്ന ആളുകളായി അധികാരികൾ മാറുകയാണ്. AIMAI ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ K കുമാരൻ അധ്യക്ഷത വഹിച്ചു. അഖിൽ S കുമാർ, റജി ക്രിസ്തുദാസ്, അഭിലാഷ്, സിബിൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ഏകീകരിച്ച യോഗമുറകൾ അവതരിപ്പിക്കാൻ NCC കേഡറ്റുകൾ ഒരുങ്ങുന്നു. പ്രൈം മിനിസ്റ്റർ റാലിയിൽ പങ്കെടുക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത്തരമൊരു ആശയം മുന്നോട്ട് വെച്ചത്. അന്താരാഷ്ട്ര യോഗാ ദിനമായ ജൂൺ 21-ന് രാജ്യമൊട്ടാകെ രാവിലെ 9 മണിക്ക് 31 മിനിറ്റ് ദൈർഘ്യമുള്ള ഏകീകരിച്ച യോഗാസന മുറകൾ ചെയ്യാനാണ് തീരുമാനം. 32 കേരള NCC ബറ്റാലിയൻ പയ്യന്നൂരിന്റെ കീഴിൽ 5 കേന്ദ്രങ്ങളിൽ യോഗാ ദിനം ആചരിക്കും. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ, നെഹ്റു കോളേജ്, പയ്യന്നൂർ കോളേജ്, മാടായി കോളേജ്, കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് എന്നീ കേന്ദ്രങ്ങളിലായി യോഗാസന മുറകൾ അവതരിപ്പിക്കും. അറിയപ്പെടുന്ന യോഗാചാര്യന്മാരുടെ കീഴിലാണ് NCC കേഡറ്റുകൾക്ക് പരിശീലനം നൽകുന്നതെന്ന് ക്യാമ്പ് കമാൻഡന്റ് ലഫ്റ്റനന്റ് കേണൽ N രാജീവൻ പറഞ്ഞു. ഇന്റർനാഷണൽ യോഗ ഡേ 21 ജൂണിന്റെ ഭാഗമായിട്ട് നമ്മുടെ NCC കുട്ടികളെല്ലാവരും യോഗ പ്രാക്ടീസ് ചെയ്യിക്കുകയാണ്. ഞാൻ ക്യാമ്പിൽ 21 ജൂണിന് മുമ്പേ ഇവിടെ 10 ദിവസം പ്രാക്ടീസ് ചെയ്യും. പിന്നെ അതത് സ്കൂളിലും അതത് വെന്യൂസിലും യോഗ ഇൻസ്ട്രക്ടർ വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യിക്കുകയാണ്. 31 മിനിറ്റ് നേരത്തുള്ള യോഗ ഓൾ പ്ലേസസ് ഓൾ ഓവർ ഇന്ത്യ സിങ്ക്രണൈസ് ടൈമിങ്ങിലോട്ട് കൊണ്ടുവരാനാണ് ഇത്രയും നമ്മൾ റീഗറസ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യം തന്നെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി
PM റാലിയിൽ പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ അത്രയും ജോഷോടുകൂടിയും വ്യക്തതയോടുകൂടിയും 21 ജൂണിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രാക്ടീസ് ഇവിടെ നടത്തുന്നത്. കേന്ദ്ര സർക്കാർ മുഴുവൻ NCC കേഡറ്റുകൾക്കും പ്രത്യേക യൂണിഫോമും നൽകുന്നുണ്ട്. പെരിയ നവോദയയിൽ നടക്കുന്ന ക്യാമ്പ് 13-ന് സമാപിക്കും. ക്യാമറമാൻ ദിനേശനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ ഫോക്ലോറിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട്ട് തൈത്തരീയം ദേശീയ കരകൗശലമേള ഒരുക്കുന്നു. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കരിപ്പൂർ ഫോക്ലോറിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി മെയ് 10 മുതൽ 14 വരെയാണ് തൈത്തരീയം ദേശീയ കരകൗശലമേള ഒരുക്കുന്നത്. പുതിയകോട്ട UBMC സ്കൂളിലാണ് വിപണനമേള നടക്കുന്നത്. ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ മാനവ സംഗ്രഹാലയയുടെ സഹകരണത്തോടെയാണ് വിപണനമേള ഒരുക്കുന്നത്. മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ്, കർണാടകം, ഒറീസ, ഛത്തീസ്ഗഡ്, മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ 50-ൽ പരം കരകൗശല വിദഗ്ധരും ദേശീയ കലാമേളയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ കലാപ്രതിഭകളും പങ്കെടുക്കും. തൃക്കരിപ്പൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫോക്ലാൻഡ് നാടൻ കലാ സാംസ്കാരിക കേന്ദ്രമായ ഫോക്ലാൻഡും കേന്ദ്ര സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പുമായി ചേർന്ന് നമ്മൾ 10-ാം തീയതി മുതൽ 14-ാം തീയതി വരെ വിവിധങ്ങളായ പരിപാടികൾ നടത്തുകയാണ്. 2 ദിവസം നടക്കുന്ന ഒരു ദേശീയ സെമിനാറുണ്ട്. അതുപോലെ തന്നെ 50ഓളം കരകൗശല വിദഗ്ധന്മാർ, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന കരകൗശല വിദഗ്ധന്മാർ പങ്കെടുക്കുന്ന അവര് നമ്മുടെ UVM സ്കൂളിൽ വെച്ചാണ് അത് നടത്തുന്നത്. 11-ന് നീലേശ്വരം ക്യാമ്പസിൽ ദേശീയ സെമിനാർ സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ അഡ്വക്കേറ്റ് MC ജോസ്, പ്രഭാകരൻ വാഴുന്നൂറടി, അഡ്വക്കേറ്റ് വിജയരാജ്, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, ഡോക്ടർ M ശ്രീധരൻ, T മുഹമ്മദ് അസ്ലാം, സന്തോഷ് പനയാൽ, അഡ്വക്കേറ്റ് PV ഹരീഷ് എന്നിവർ സംബന്ധിച്ചു. വ്യാപാരി വ്യവസായി സമിതി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാര സംരക്ഷണ ജാഥ നടത്തും. മെയ് 11 മുതൽ 23 വരെ തീയതികളിൽ നടക്കുന്ന ജാഥയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ചില്ലറ വ്യാപാര മേഖലയിൽ വിദേശ നിക്ഷേപം അനുവദിക്കരുത്, ഓൺലൈൻ വ്യാപാരം നിയമം മൂലം നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് വ്യാപാരി വ്യവസായി സമിതി വ്യാപാര സംരക്ഷണ സംസ്ഥാന ജാഥ നടത്തുന്നത്. സമിതി സംസ്ഥാന പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടിയുടെ നേതൃത്വത്തിൽ എറണാകുളത്ത് നിന്നും, സംസ്ഥാന സെക്രട്ടറി ES ബിജുവിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നുമാണ് ജാഥ ആരംഭിക്കുന്നത്. വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വ്യാപാരദ്രോഹ നടപടികൾക്കെതിരെ മെയ് മാസം 26-27 തീയതികളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അതിജീവന അഖണ്ഡ സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ സമരത്തിന്റെ സന്ദേശം വ്യാപാരികളെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന നിലയിൽ സമിതിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം 11-ന് വൈകുന്നേരം 4 മണിക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി ES ബിജു നേതൃത്വം നൽകുന്ന സംസ്ഥാന വ്യാപാര സംരക്ഷണ ജാഥ വേറെ ഉണ്ടമുടിയിൽ വെച്ച് ബഹുമാനപ്പെട്ട MLA EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. 11-ന് വൈകിട്ട് 4-ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ കാസർഗോഡ് ജാഥ ഉദ്ഘാടനം ചെയ്യും. ജാഥയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികളായ രാഘവൻ വെളുത്തോളി, VV രമേശൻ, K മോഹനൻ, T കുഞ്ഞുണ്ണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെറുവത്തൂർ മടക്കര മത്സ്യബന്ധന തുറമുഖം മെയ് അവസാന വാരത്തിൽ കമ്മീഷൻ ചെയ്യും. ഇതോടെ ജില്ലയിൽ കമ്മീഷൻ ചെയ്യുന്ന ആദ്യ മത്സ്യബന്ധന തുറമുഖമെന്ന ഖ്യാതി ചെറുവത്തൂരിന് സ്വന്തം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സഹായത്തോടെയാണ് ചെറുവത്തൂർ മത്സ്യബന്ധന തുറമുഖം പൂർത്തിയാക്കിയത്. 29.6 കോടി രൂപയാണ് ഇതിന്റെ നിർമ്മാണത്തിന് ചെലവഴിച്ചത്. തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതോടെ 1000-ഓളം പേർക്ക് നേരിട്ടും 4000-ഓളം പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭ്യമാകും എന്നാണ് കണക്കാക്കുന്നത്. തുറമുഖത്ത് ഒരേ സമയം 300-ലേറെ മത്സ്യബന്ധന ബോട്ടുകൾക്ക് നങ്കൂരമിടാനുള്ള സൗകര്യമുണ്ടാകും. ഇതിൽ തന്നെ ഫൈബർ ബോട്ടുകൾക്കും പരമ്പരാഗത തോണികൾക്കും നങ്കൂരമിടാൻ സാധിക്കും എന്നതാണ് സവിശേഷത. ചെറുവത്തൂർ തുറമുഖത്തിൽ 803 മീറ്ററും 833 മീറ്ററും നീളമുള്ള 2 പുലിമുട്ടും 120 മീറ്റർ ഉയരമുള്ള വാർഫ്, 900 സ്ക്വയർ മീറ്റർ സൗകര്യമുള്ള ലേലപ്പുര, മത്സ്യബന്ധന ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾക്കുള്ള വർക്ക്ഷോപ്പ്, ലോഡിംഗ് ഏരിയ, പാർക്കിംഗ് ഏരിയ, ക്യാന്റീൻ, ഗിയർ ഷെഡ്, വിശ്രമമുറി, അനുബന്ധ കടകൾ, 200 മീറ്റർ നീളവും 8 മീറ്റർ നീളവുമുള്ള അപ്രോച്ച് റോഡ്, ഗേറ്റ് ഹൌസ്, ചുറ്റുമതിൽ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത്. തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതോടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു വർഷത്തിൽ 270-ലേറെ ദിവസം മത്സ്യബന്ധനത്തിന് ലഭിക്കും. ഏറെ പ്രതീക്ഷയോടെയാണ് മത്സ്യമേഖലയിലുള്ളവർ ഈ തുറമുഖത്തെ നോക്കിക്കാണുന്നത്.
ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തളങ്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 70ാം വാർഷിക സമാപന സമ്മേളനത്തിന് തുടക്കമായി. വെള്ളി ശനി ദിവസങ്ങളിലായാണ് പരിപാടി നടക്കുന്നത്. തളങ്കര ഗവൺമെന്റ് മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 70ാം വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിന് തുടക്കമായി. ആഘോഷത്തിന്റെ ഭാഗമായി ഈ വർഷത്തെ SSLC പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. അനുമോദന പരിപാടി കാസർഗോഡ് DDE രാഘവൻ ഉദ്ഘാടനം ചെയ്തു. 1000-ലധികം ഹൈസ്കൂളുകളുള്ള നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല PTAക്ക് ഒരു അവാർഡ് തളങ്കര കിട്ടിയെന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ വിദ്യാലയങ്ങളെയും പിറകിലാക്കുന്ന ഒരു കരുത്ത്, ഒരു പ്രവർത്തനം നമ്മുടെ വിദ്യാലയത്തിന് ഉണ്ടായിത്തീർന്നിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അത്രമാത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് അതിൻ്റെ തുടർച്ചയെന്നോണം ഇവിടെ ഓരോ വർഷവും 100% വിജയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. TA കുഞ്ഞു മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. K മൊയ്തീൻകുട്ടി ഹാജി മുഖ്യാതിഥിയായിരുന്നു. KM ബഷീർ, TA അബൂബക്കർ മാസ്റ്റർ, മനോജ്, ആനന്ദ് ബാബു, PA അഹമ്മദ് താജ്, സുമയ്യ മൊയ്തീൻ, MP ഷാഫി ഹാജി, KM അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ശനിയാഴ്ച പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം, വിദ്യാഭ്യാസ സെമിനാർ, ഗുരുവാദരം, സമാപന ചടങ്ങ് എന്നിവ നടക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിനും ബോധവൽക്കരണ പരിപാടിക്കും ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വം. കരിന്തള മയ്യങ്ങാനം വിഷ്ണുമൂർത്തി ക്ഷേത്രം കമ്മിറ്റിയാണ് ആരാധന വഴിയിൽ നിന്ന് സാമൂഹ്യ മേഖലയിലേക്കും ശ്രദ്ധയൂന്നിയത്. ക്ഷേത്രഭരണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ കുടുംബശ്രീ, ജനശ്രീ, പുരുഷ സ്വയം സഹായ സംഘങ്ങളുടെ സഹകരണത്തോടെയാണ് ശുചീകരണവും ബോധവൽക്കരണത്തിനായി ശുചിത്വ സന്ദേശയാത്രയും നടത്തിയത്. ചേമ്പേന അയ്യപ്പ ഭജന മഠത്തിന് സമീപത്തു നിന്നും തുടങ്ങിയ യാത്ര പഞ്ചായത്ത് അംഗം M കുഞ്ഞുമാണി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഭാഗങ്ങളിൽ നിന്നെത്തിയെന്ന കുടുംബശ്രീ, ജനശ്രീ, സ്വയം സഹായ സംഘം, ST സംഘം പ്രവർത്തകരെ നമ്മൾ ഇന്ന് ഈ 2015-16 വർഷത്തെ ശുചിത്വ വാരാഘോഷം ആഘോഷിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരും ഒന്നുകൂടെ ആശംസിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ശംഭു, സെക്രട്ടറി K രാഘവൻ എന്നിവർ സംബന്ധിച്ചു. കൂടോൽ, പെരളം, കോളംകുളം, കാളമൂല, കുമ്പളപ്പള്ളി, മയ്യങ്ങാനം എന്നിവിടങ്ങൾ വഴി ക്ഷേത്രത്തിൽ സമാപിച്ചു. തുടർന്ന് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ചേർന്ന സെമിനാർ കിന്നാനൂർ കരിന്തളം പഞ്ചായത്ത് പ്രസിഡന്റ് K ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. ശംഭു അധ്യക്ഷനായി. KK നാരായണൻ തുണിസഞ്ചി വിതരണം ചെയ്തു. സനോജ് തോമസ് ശുചിത്വ പ്രഖ്യാപന സ്റ്റിക്കർ പ്രകാശനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ മുരളീധരൻ ക്ലാസ് എടുത്തു. K ഭാസ്കരൻ, CV ബാലകൃഷ്ണൻ, A ബാബു, NP സുരേഷ് കുമാർ, PK ശോഭന, മാതൃസമിതി ഭാരവാഹി V രാധ എന്നിവർ സംസാരിച്ചു. മോണ്ടിറ്റോറി വിദ്യാഭ്യാസത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കോഴ്സിന് കാഞ്ഞങ്ങാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ പരിശീലന കേന്ദ്രം ഒരുക്കിയിട്ടുണ്ടെന്ന് കോർഡിനേറ്റർ അറിയിച്ചു. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ മോണ്ടിസോറി വിദ്യാഭ്യാസത്തിലുള്ള അധ്യാപക പരിശീലന കോഴ്സുകളുടെ 21ാമത് ബാച്ചിലേക്ക് വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. സർട്ടിഫിക്കറ്റ് ഇൻ ഇന്റർനാഷണൽ മോണ്ടിസോറി TTC, ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ മോണ്ടിസോറി TTC, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ മോണ്ടിസോറി TTC, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ മോണ്ടിസോറി TTC തുടങ്ങിയ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. റെഗുലർ, ഹോളിഡേ, ഡിസ്റ്റൻസ് ബാച്ചുകളിലേക്ക് പഠിക്കാൻ സൗകര്യമുണ്ട്. കാസർഗോഡ്, കാഞ്ഞങ്ങാട് എന്നിവയാണ് ജില്ലയിലെ പഠന കേന്ദ്രങ്ങൾ. അധ്യാപനത്തിൽ അഭിരുചിയുള്ളവർക്ക് പകുതി ഫീസ് ആനുകൂല്യം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിലുമായി ബന്ധപ്പെടണമെന്ന് ലിബിൻ അലക്സാണ്ടർ പറഞ്ഞു. സർട്ടിഫിക്കറ്റ് ഇൻ ഇന്റർനാഷണൽ മോണ്ടിസോറി 1 വർഷം യോഗ്യത SLC ആണ്. അതുപോലെ ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ മോണ്ടിസോറി 1 വർഷം യോഗ്യത +2. അതുപോലെ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ മോണ്ടിസോറി 1 വർഷം യോഗ്യത 2 വർഷം TTC ചെയ്ത കുട്ടികൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും ഈ കോഴ്സ് ചെയ്യാവുന്നതാണ്. അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ മോണ്ടിസോറി യോഗ്യത 1 വർഷം ഡിഗ്രി, ഏതെങ്കിലും ഡിഗ്രി ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ കോഴ്സ് ചെയ്യാവുന്നതാണ്. റെഗുലർ, ഹോളിഡേ, ഡിസ്റ്റൻസ് ബാച്ചുകളിൽ പഠിക്കാൻ സൗകര്യമുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ്, കാഞ്ഞങ്ങാട് എന്നിവയാണ് ജില്ലയിലെ പഠന കേന്ദ്രങ്ങൾ.
അധ്യാപനത്തിൽ അഭിരുചിയുള്ളവർക്ക് ഒരു പ്രത്യേക ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി 50% ഫീസ് ആനുകൂല്യത്തോടുകൂടി ഈ കോഴ്സിന് ചേരാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9846808283 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കുടുംബനാഥന്റെ വേർപാടോടെ ജീവിത ദുരിതങ്ങളുടെ നടുക്കടലിലാണ് തിമിരി കോട്ടുമൂലയിലെ റീനയും മകളും. കയറിക്കിടക്കാൻ അടച്ചുറപ്പുള്ളൊരു വീട് പോലുമില്ലാതെ ജീവിതത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഈ കുടുംബം. ഒറ്റമുറിയെങ്കിലും അടച്ചുറപ്പുള്ളൊരു വീട് വേണം. മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കണം. അതിനുള്ള അധ്വാനത്തിലായിരുന്നു തിമിരി കോട്ടുമൂലയിലെ സുന്ദരൻ എന്ന കുടുംബനാഥൻ. കിണർ കുഴിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതം പച്ചപിടിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനിടയിലായിരുന്നു വിധിയുടെ വിളയാട്ടം. കിണർ കുഴിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണ ഈ 42-കാരൻ മരണത്തിന് കീഴടങ്ങി. SLC പരീക്ഷയിൽ നേടിയ മികച്ച വിജയം അച്ഛനെയൊന്ന് അറിയിക്കാൻ പോലുമാകാതെ തേങ്ങുകയാണ് മകൾ ഷിബിന. മേൽക്കൂര പോലുമില്ലാത്ത ആ വീടിനു മുന്നിൽ വിദ്യാർത്ഥികളായ 2 മക്കളെയും ചേർത്ത് പിടിച്ച് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് സുന്ദരന്റെ ഭാര്യ റീന. ശരിയാവുന്നില്ല. പിന്നെ മംഗലാപുരം കാണിച്ച് മംഗലാപുരത്തുനിന്ന് 3 മാസം ഗുളിക കഴിക്കാൻ തന്നു. അതും കഴിച്ചിട്ടാകുമ്പം പിന്നെ 1 വർഷം ഉണ്ടായിട്ടേ പായോടെ തുടങ്ങി. നമുക്കിപ്പോൾ ഇവിടെ അച്ഛനുണ്ടാവും പ്രശ്നമൊന്നുമില്ല. എനിക്ക് പിന്നെ ഭയങ്കര വിഷമം. ഓടുമേഞ്ഞ കൊച്ചു ഷെഡിലായിരുന്നു ഈ കുടുംബത്തിന്റെ താമസം. എന്നാൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ 7 മാസം മുമ്പ് ഇത് പൂർണ്ണമായും തകർന്നു. നഷ്ടപരിഹാരമായി വില്ലേജിൽ നിന്നും 9,000 രൂപ ലഭിച്ചു. ഈ തുകയും പഴയ കല്ലുകളും ഉപയോഗിച്ച് ഒറ്റമുറി വീടിന്റെ ചുമരുകൾ വരെ നിർമ്മാണം എത്തി നിൽക്കവെയാണ് കുടുംബനാഥനെ മരണം തട്ടിയെടുത്തത്. ഈ മഴക്കാലത്തിന് മുമ്പെങ്കിലും ഈ വീടിനൊരു മേൽക്കൂരയൊരുക്കാനുള്ള ശ്രമത്തിലായിരുന്നു അദ്ദേഹം. 30 ദിവസം മുമ്പാണ് സുന്ദരൻ മരണപ്പെട്ടത്. ഇപ്പോൾ റീനയും മക്കളും അമ്മ ജാനകിയുടെ കൂടെയാണ് താമസം. ഈ വീടിന്റെ അവസ്ഥയും ദയനീയമാണ്. ചുമരുകൾ മാത്രമുണ്ടായിരുന്ന ഈ വീടിന് മുകളിൽ നാട്ടുകാർ ചേർന്ന് കഴിഞ്ഞ ദിവസം പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മേൽക്കൂര ഒരുക്കിയിട്ടുണ്ട്. ഭർത്താവിന്റെ വേർപാടിൽ മനംനൊന്ത് കഴിഞ്ഞ 1 മാസമായി റീന കൂലിപ്പണിക്ക് പോയിട്ടില്ല. കുടുംബശ്രീ പ്രവർത്തകർ എത്തിച്ചു നൽകിയ ചെറിയ സഹായത്തിലാണ് ഈ വീട്ടിലിപ്പോൾ തീ പുകയുന്നത്. മറ്റൊരു അധ്യയന വർഷം കൂടി പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. മകൻ ഷിബിൻ 2ാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയാണ്. മകൾ ഷിബിന 1ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായി കാത്തു നിൽക്കുന്നു. നിത്യവൃത്തിക്ക് തുക കണ്ടെത്താൻ പാടുപെടുന്നതിനിടയിൽ 2 പേരുടെയും പഠനം മുടങ്ങുമോ എന്നതാണ് ഈ അമ്മയുടെ ആശങ്ക. തങ്ങളെ ദുരിതക്കടലിൽ നിന്നും കരകയറ്റാൻ കാരുണ്യമതികളുടെ സഹായം എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാംഗോ ഫെസ്റ്റിന് പടന്നക്കാട് കാർഷിക കോളേജിൽ തുടക്കമായി. അവക്ഷിപ്ത കീടനാശിനി പരിശോധന ലബോറട്ടറി ശിലാസ്ഥാപനം മന്ത്രി KP മോഹനൻ നിർവഹിച്ചു. ലോക റെഡ് ക്രോസ് ദിനം ജില്ലയിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഗൈനക്കോളജി പരിശീലനം നിഷേധിക്കുന്നതിൽ പ്രതിഷേധം. ആയുർവേദ ഐക്യവേദി കളക്ടറേറ്റ് മാർച്ച് നടത്തി. വ്യാപാര മേഖലയിൽ വിദേശ നിക്ഷേപത്തിനെതിരെ പ്രതിഷേധം ശക്തം. വ്യാപാരി വ്യവസായ സമിതി സമരം തുടങ്ങുന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ഏകീകരിച്ച യോഗമുറകൾ അവതരിപ്പിക്കാൻ NCC കേഡറ്റുകൾ പരിശീലനം തുടങ്ങി. തൃക്കരിപ്പൂർ ഫോക്ലോറിന്റെ നേതൃത്വത്തിൽ തൈത്തെരിയം ദേശീയ കരകൗശല മേളയ്ക്ക് 10-ന് കാഞ്ഞങ്ങാട്ട് തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.